ഇതാണ് ശരിക്കും ആട് മുതലാളി. ഇനിയും സകലം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്. ഇതാണ് ബീറ്റൽ. ഇതിപ്പോ ഒരു വയസ്സ് പ്രായമാവുന്നേ ഉള്ളൂ. കണ്ടാൽ മാൻകുട്ടികളെ പോലെ തോന്നുന്ന ആടുകളാണ്. കണ്ടോ, ഇന്ന് നമ്മൾ ഒരു ആടിനെ വാങ്ങാൻ പോവാണ്. ആട് എന്ന് പറഞ്ഞാൽ സാധാരണ ആടല്ല, ആടുകൾക്കിടയിലുള്ള കുതിര എന്നറിയപ്പെടുന്ന ബീറ്റൽ. പഞ്ചാബിയാണ് ആള്. നമ്മൾ പോകുന്നത് പഞ്ചാബിലേക്കല്ല, മുക്കത്തേക്കാണ്. പഞ്ചാബിൽ നിന്ന് ആള് മുക്കത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ആ ഒരു ബീറ്റൽ ആടിനെ വാങ്ങണം. അതുപോലെ തന്നെ വീട്ടിൽ നമുക്ക് ബാർബറി എന്ന് പറയുന്ന ഒരു ഇനം, അതായത് നമ്മൾ കണ്ടാൽ മാനിനെയൊക്കെ പോലെ തോന്നുന്ന അടിപൊളി ആടുകളുണ്ട്. അപ്പോൾ അവരെ ഒന്ന് പരിചയപ്പെടണം. അതുപോലെ നമുക്ക് ഈ ആടിനെ ഒന്ന് വാങ്ങും വേണം. അപ്പോൾ അതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇതിവിടെ ആടിനെ വാങ്ങാൻ വേണ്ടി പോകുന്നത് ഓട്ടോറിക്ഷയിലാണ് കേട്ടോ. ഓട്ടോറിക്ഷയിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ചങ്ക് ബ്രോ മുജീബിൻ്റെ ഓട്ടോറിക്ഷയിലാണ് നമ്മൾ മുക്കത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലാണ് നമുക്ക് ആടിനെ കൊണ്ടുവരാനുള്ള, ഒരു ആടിനെയാണ് കൊണ്ടുവരാനുള്ള. ആ ബീറ്റിൽ ഒന്ന് നമ്മളെ വീട്ടിലുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു ബീറ്റൽ ബാർബറി ആടുകളെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃക്കളയൂർ എത്തിയപ്പോൾ 2 ആനകളെ കാണാൻ പറ്റി. സ്വാഭാവികമായിട്ടും ആനനെ കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോവല്ലോ. ഞങ്ങളും വണ്ടിയൊക്കെ ഒന്ന് നിർത്തി ഒന്ന് അടുത്ത് പോയി വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണ്. എൻ്റെ ഒരു ധൈര്യത്തിൻ്റെ ഒരു പവർ അനുസരിച്ചുള്ളൊരു ദൂരത്ത് നിന്നിട്ട് ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. ആട് വാങ്ങാൻ പോകുന്ന വഴിയിൽ ആന. ഞങ്ങളങ്ങനെ ചോദിച്ച് ആടുള്ള വീട്ടിലെത്തിയിട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് ആടിനെ എടുക്കാനുള്ളത്. ആടുതാ നമ്മളെയും കാത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ ഇത് വലിയൊരു ടാസ്ക് ആവുമെന്ന് വിചാരിച്ചിരുന്നു, അത് ആടിനെ വണ്ടിയിൽ കയറ്റുക എന്നുള്ളത്. പക്ഷെ ആട് വളരെ എന്താ പറയുക, സ്ഥിരമായിട്ട് ഓട്ടോറിക്ഷയിൽ സവാരി നടത്തുന്ന പോലെ വളരെ സിമ്പിളായിട്ട് വണ്ടിയിലേക്കാണ് കയറിയിരുന്നത്. ഇപ്പം ഇനി ഞങ്ങൾക്ക് ഇരിക്കാനാണ് സ്ഥലമില്ല. അപ്പോൾ സവാരി ഗിരിഗിരി നമ്മളെ പഞ്ചാബിൽ നിന്ന് കൊടുന്ന അതിഥിനായിട്ട് നമ്മൾ ഓട്ടോറിക്ഷയിൽ പോവാട്ടെ. നമ്മുടെ നാട്ടിലേക്ക് പോവാണ്. മുക്കത്ത് നിന്ന് ആളെടുത്തിക്കണ്. ആളിതാ വളരെ ഉഷാറായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആടിൻ്റെ മൂടിൻ്റെ മടിയിലാണ്. അത് മാത്രമാണ് എനിക്കൊരു ടെൻഷനുള്ളൂ. ബാക്കി ഒരു പ്രശ്നവുമില്ല. വളരെ ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി മൂത്രമൊഴിച്ചാൽ വണ്ടി കഴിക്കാൻ പോരെ. ആടിനെ വാങ്ങി വീട്ടിൽ തിരിച്ചെത്തിയത് രാത്രിയാണ്. അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് രാവിലെയാണ്, പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. കാക്കത് ആടിനെ ഒഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. നമ്മളെ ആടുകളിലെ കുതിര എന്ന് പറയുന്ന എന്താ പറയുക, നല്ല സൈസുള്ള ബീറ്റൽ ആടുകളാണിത്. ഇത് സ്വദേശം പഞ്ചാബികളാണ്. അതേപോലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ കണ്ടോ, ചെവി വലിയ ഇല പോലത്തെ വലിയ ചെവി. അതുപോലെ ഈ കൊമ്പ് കണ്ടോ, ചെറിയ കൊമ്പുകൾ ബാക്കിലേക്ക് ഇങ്ങനെ വളഞ്ഞിട്ട്. പിന്നെ ഈ മുഖം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കാണില്ലേ, ഈ പൊന്തിയിട്ടുള്ള മുഖം. പിന്നെ കണ്ണിനാണെങ്കിൽ ഒരു വെള്ളി കളർ അല്ലേ, വെള്ളി കളറ് കണ്ണ്. ഇതാണ് ബീറ്റൽ. ഇതിപ്പോൾ ഒരു വയസ്സ് പ്രായമാവുന്നേ ഉള്ളൂ. പിന്നെ ഇന്നലെ നമ്മൾ കൊടുന്ന ആട് ഏതാണ് അത് ഇതാണ്. ബാബാ അച്ഛൻ കാണിച്ചടോ. ഇതാണ് ഇവരെയാണ് ഇന്നലെ നമ്മൾ അവിടുന്ന് ഓട്ടോറിക്ഷയിൽ കൊടുന്ന ആൾ. അപ്പോൾ പിന്നെ ഇവരെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല സൈസ് വരും. നമ്മളൊക്കെ നല്ല ഹൈറ്റിൽ വരും. അതുപോലെ പിന്നെ ഒരു 4 ലിറ്റർ പാല് കിട്ടും. ഇപ്പോൾ ആയിട്ടില്ല, ആവുന്ന ഇപ്പോൾ കിട്ടുന്നുണ്ടോ? അടുത്ത ആവുന്നുള്ളൂ, ഒരു വയസ്സാവുന്നുള്ളൂ ആൾക്ക്. പിന്നെ അതുപോലെ ഒരു 150 കിലോഗ്രാം തൂക്കമൊക്കെ വരുന്ന വലിയ ആടുകളാണ്. അതുകൊണ്ട് ആ സൈസ് കൊണ്ടൊക്കെ തന്നെയാണ് വരിക നമ്മൾ ആടുകളിലെ കുതിര എന്ന് അറിയപ്പെടുന്ന ഒരു സാധനം. പിന്നെ എന്തേലും
ബീറ്റൽ, അതുപോലെ ലാഹോരി, എന്തായാലും പഞ്ചാബികളാണ് ആളുകൾ. പഞ്ചാബാണ് വരെ സ്വദേശം. പിന്നുള്ളൊരു മാൻകുട്ടികളെ പോലെയുള്ള ആടിനെ കണ്ടങ്ങൾ ബാർബറി അല്ലേ? അതിലൂടെ കുത്തുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാ കണ്ടാൽ മാൻ തന്നെ അല്ലേ? മാൻകുട്ടികളെ പോലെയുള്ള ചെറിയ ഈ ചെവിടെ 2 ചെവി മേലോട്ട് ഇങ്ങനെ പൊന്തിക്കും, കൊമ്പ് കണ്ടില്ല, ഒരു ഓമനത്വം കണ്ടില്ലേ? ഇതാണ് ബാർബറി. ഇതും പഞ്ചാബിയാണ് കേട്ടോ, ആള് പഞ്ചാബിയാണ്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ബീറ്റലിനെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. വളരെ ചെറിയ ആടുകളാണ്, കണ്ടാൽ മാൻകുട്ടികളെ പോലെ തോന്നുന്ന ആടുകളാണ്. കണ്ടോ? കാണുന്നില്ല? തോന്നുന്നില്ല നിങ്ങൾക്ക് മാനും സിംഹവും ഒപ്പം നിൽക്കുന്ന പോലെ? അപ്പോൾ ഇതാണ് ബാർബറി. മാനും കുരങ്ങനൊക്കെ ഇത് നമ്മൾ വടിച്ചതാണ് കേട്ടോ, ഇത് മോഡലല്ല. ഇത് ശരിക്ക് അതിൽ കാണിച്ചു. ഇവിടെയൊക്കെ നല്ല രോമം വരും, പക്ഷേ ഇവിടെ നല്ല മിനുസുള്ള രോമമാണ് വരിക. അതിൻ്റെ മറ്റൊരു പ്രത്യേകത കേട്ടോ, ഭയങ്കരമായിട്ട് രോമം വന്നിട്ട് മുരുമുരുപ്പല്ല, നല്ല മിനുസുള്ള ശരീരമാണ്. ഈ ബാക്ക് ഭാഗം ഇത് വടിച്ചിട്ടാക്കിയതാണ്. അതിന് വരും നല്ല രീതിയിൽ തന്നെ ഇവിടെ രോമം വരും. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം, നമ്മൾ ഇപ്പോൾ പുതിയ ആളുകൾ ഇത് വാങ്ങുന്ന ആളുകൾ ഇതിങ്ങനെ മെല്ലെ നമ്മളെ ഭക്ഷണത്തിൽ കൊണ്ടുവരികയല്ലേ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇത് നമുക്ക് കിട്ടിയപ്പോൾ തന്നെ ഏകദേശം നമ്മളുടെ ഈ ഒരു ഭക്ഷണ രീതിക്ക് ആയിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഇത് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വാങ്ങിയിട്ട് നേരിട്ട് നമ്മളെ ഫുഡിലേക്ക് ഇവരെ ഒറ്റയടിക്ക് നമ്മളെ ഫുഡ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ ഇതിപ്പോൾ ആകെ 8 മാസം പ്രായം ആടാണ് കേട്ടോ. അതിൻ്റെ സൈസ് ഉണ്ടല്ലേ, 8 മാസം പ്രായമായ ബീറ്റൽ ആടാണിത്. ഒന്ന് കിടന്നാ അത് കാണിച്ചു കൊടുത്താൽ അതിൻ്റെ ഒരു കുറവ്. എൻ്റെ ചെവി ഉണ്ടല്ലേ? ഇതിൽ തന്നെ 3-4 ഐറ്റം ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഫുൾ ബ്ലാക്ക് ഉള്ളതാണ്, ഇതുപോലെ ബ്രൗണും ഉണ്ട്, പിന്നെ മിക്സ്ഡ് കളർ ഉണ്ടല്ലോ, വൈറ്റും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്തേലും കാര്യമോ? ഫുൾ ബ്ലാക്ക് കാലാ ബീറ്റൽ, കാര്യമല്ല സോറി, കാലാ ബീറ്റലാണ് കേട്ടോ. ഫുൾ ബ്ലാക്ക് പറഞ്ഞാൽ കാലാ ബീറ്റൽ. അതാണ് കേരളത്തിൽ കുറച്ചുകൂടി മാർക്കറ്റുള്ള സാധനം. വാലിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിങ്ങനെ വടിച്ച് ഷേപ്പാക്കിയതാണ് എന്നുള്ളത്. അതിൻ്റെ ശരിക്കുള്ള രീതി ഇങ്ങനെയാണ്. ഇത്രയും നല്ല രോമമുള്ള വാലാണ് അതിന് വരുന്നത്. ഇത് നമ്മളെ നാടനാട്ടോ, പക്ഷേ ആള് സുന്ദരനാണ് കണ്ടോ. ഇത് നമ്മൾ തനി നാടൻ അല്ലേ? മറ്റേത് നമ്മൾ ഈ പുറത്തുനിന്ന് പഞ്ചാബിൽ നിന്ന് വന്നോലൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ ഇവരെ പരിചയപ്പെടുത്താൻ ഞാൻ മോശമല്ലേ? ഇത് നമ്മൾ തനി നാടനാണ്, സുന്ദരക്കുട്ടനാണ്, സൂപ്പറാണ്. സംഭവമൊക്കെ നല്ല രസമുള്ള സംഗതികളാണ്. പക്ഷേ ഇവരെ വാങ്ങുക എന്നുള്ളത് കുറച്ചൊരു പ്രയാസമാണ്. പ്രയാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബീറ്റൽ, ഇപ്പോൾ ഇവിടെയുള്ള ഈ 2 ബീറ്റലിന് മാത്രം ഒരു 60,000 രൂപയോളം റേറ്റ് വരും. അതുപോലെ ഈ ബാർബറിക്ക് ഒരു 35-30 ആ റേഞ്ചിൽ റേറ്റ് വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളുണ്ട്, അതിൻ്റെ ഒരു മാർക്കറ്റ് അങ്ങനെയാണ്. മാത്രമല്ല നമ്മളിപ്പോൾ ഒരു കുട്ടിയെ വാങ്ങി വലുതാക്കി 2-3 വയസ്സായി കൊടുക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ബീറ്റൽ തന്നെ 1 ലക്ഷത്തിലധികം റേറ്റ് വരുന്ന ബീറ്റലുകളൊക്കെ ഉണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഈ ആടുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുർഹാനെ കോൺടാക്ട് ചെയ്യാം. ബുർഹാൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതാണ് ശരിക്കും ആട് മുതലാളി ബുർഹാൻ. നമ്മൾ അന്ത്രോനാണ്. അന്ത്രോൻ എന്ന് പറഞ്ഞാൽ അനിയൻ എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളെ എളാപ്പാൻ്റെ മോനാണ് ഈ ആടുകളൊക്കെ. വെറൈറ്റി ആടുകൾ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 3 ഐറ്റമാണ് ഉള്ളത് അല്ലേ? ആ 3 ഐറ്റം, സാധാ ആടും ഈ ബാർബറി പിന്നെ ബീറ്റലും, ഇത് 3ആണ്. അപ്പോൾ ഇതാണ് ശരിക്കും മുതലാളി. അപ്പോൾ മുതലാളിനെ കണ്ടാളി. അപ്പോൾ നമ്മളിപ്പോൾ ബീറ്റലിനെയും കണ്ടു, അതുപോലെ ബാർബറിനെയും കണ്ടു. ഇനി നമുക്ക് അറിയാനുള്ളത് നമ്മളെ നാടൻ ആടിനെ വളർത്തുന്നതിനേക്കാൾ എന്തെങ്കിലും റിസ്ക് കൂടുതൽ ഈ പഞ്ചാബികളെ വളർത്താനുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വളർത്തുന്ന ബുർഹാനോട് തന്നെ ചോദിക്കാം, എന്താണ് വല്ല മാറ്റമുണ്ടോ വളർത്തുന്നതിൽ? എന്തെങ്കിലും റിസ്ക് കൂടുതലുണ്ടോ? വളർത്തുന്നതിൽ വലിയ റിസ്ക് ഒന്നുമില്ല. മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് ഈ മഴയായ ടൈമിലാകുമ്പോൾ നമുക്ക് ആടിൻ്റെ ടോട്ടലി ഇതിൽ മൊത്തത്തിൽ നമുക്ക് ഇടങ്ങാറാണ്. കാരണം ഈ മഴയൊക്കെ ആകുമ്പോൾ അതിന് തീറ്റൻ്റെ കാര്യത്തിലായാലും, കാരണം പുല്ല് കാര്യങ്ങളൊക്കെ ഫുള്ള് നനഞ്ഞുകൊണ്ടൊക്കെ കഴിയാം. അത് നമ്മൾ നാടനാണെങ്കിലും അങ്ങനെയാണോ, അതല്ല ഇവർക്ക് മാത്രം? അല്ല, ടോട്ടലി ആടുകൾ മൊത്തം ഉണ്ടാവും. ഈ ഒരു മഴക്കാലമായാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ്. പിന്നെ അത് നമ്മൾ ഇതേമാതിരി തന്നെ ഒന്നെങ്കിൽ രാവിലെ തന്നെ പുല്ലരിഞ്ഞ് കാര്യങ്ങൾ കൊടുങ്ങാണ്ട് വീട്ടിലെടുത്ത് വെച്ചിട്ട് പിന്നെ വൈകിട്ട് കൊടുക്കുക. അതുപോലെ പിലാവിൻ്റെ ഇല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് രാവിലെ തന്നെ ഒന്നെങ്കിൽ അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ വൈകുന്നേരം. കാരണം ഈ നനഞ്ഞ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വയറിന് ദഹനക്കേടിൻ്റെ പ്രശ്നം കൊടുക്കുക. പിന്നെ ഇപ്പോൾ ഇതുപോലെ പുറത്തുനിന്ന് ഇപ്പോൾ പഞ്ചാബിൽ നിന്നൊക്കെ വന്നതാണ് ഇവർ.
ഇവർക്ക് പ്രത്യേക എന്തെങ്കിലും മെഡിസിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ, വാക്സിനേഷനോ? വാക്സിനേഷൻ ഉണ്ട്. അത് വാക്സിനേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ക്വാറന്റൈനും കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് സാധനം തരിക. അതുപോലെ നമ്മളെ കാലാവസ്ഥനായിട്ട് ഇണങ്ങാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതുപോലെയുള്ള ആടുകളെ കൊണ്ടുവരുമ്പോൾ അനുഭവിച്ചിട്ടുണ്ടോ? പ്രശ്നം എന്തെങ്കിലും കാലാവസ്ഥയിലായിട്ട് അത് മെയിനായിട്ട് ക്വാറന്റൈനാണ്. ക്വാറന്റൈൻ ഇതായിട്ട് നമ്മളെ ഫുഡ് നമ്മളെ ഈ മെയിനായിട്ട് നമ്മളെ ഈ ഭാഗത്തുള്ള ഫുഡ്ക്ക് അവരെ മാറ്റിയെടുക്കണം. മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്ത്. അപ്പോൾ ഇത് വരുന്ന സമയത്ത് അവിടെ നിന്നുള്ള എന്തെങ്കിലും ഫുഡ് കൊടുക്കുമോ? നമുക്ക് ഇങ്ങോട്ട് കയ്യിൽ കിട്ടില്ല. ഇല്ല. മൊത്തത്തിൽ നമ്മളെ ഫുഡിലേക്ക് മാറിയതിൻ്റെ ശേഷമാണ് നമുക്കിത് കിട്ടുന്നത്. ഇതൊരു വിധം ഞാനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫാമിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ അടുത്ത് കാര്യം പറയും. കാരണം ക്വാറന്റൈനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തന്നാൽ മതി എന്നുള്ളതിലാണ് കാര്യം. കാരണം എന്താ വെച്ചാൽ ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് അസുഖങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇന്ന് ഈ സൈഡിലൊക്കെ ആയിട്ട് വായ്ക്കുരുപ്പിൻ്റെ അങ്ങനത്തെ ഒക്കെ പ്രശ്നം വരും. PPR വാക്സിൻ അങ്ങനെ ഓരോ വാക്സിനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ക്വാറന്റൈൻ കഴിഞ്ഞിട്ടാണ് എനിക്ക് ആടുകളെ ഞാൻ വാങ്ങാറുള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ആടിനെ നോക്കുന്ന അത്ര തന്നെ ഉള്ളൂ. അല്ല പ്രത്യേകിച്ച് ഇവർക്ക് ഒരു കെയർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ല, കെയറിങ്ങിൻ്റെ പറഞ്ഞാൽ ഈ മഴക്കാലത്ത് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഭക്ഷണം, നനയാത്ത ഭക്ഷണം കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള സംഗതികൾ തന്നെ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയൊരാൾ ബീറ്റൽ വാങ്ങുകയാണ് അല്ലെങ്കിൽ ഇതുപോലെ ബാർബറി വാങ്ങുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയൊന്നും ഇല്ലല്ലോ? ഇല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. മെയിനായിട്ട് പിന്നെ നമ്മൾ ഈ മുട്ടനൊക്കെ വാങ്ങിക്കുമ്പോൾ അവരെ കുളിപ്പിക്കുക, അങ്ങനത്തെ ഓരോ വൃത്തി അതിനൊക്കെ. പിന്നെ കൂടും അടിയിലൊക്കെ ഒരു കാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ രീതിയിലൊക്കെ ആവണം. വൃത്തി ഒരു പ്രധാന ഘടകമാണ്. അത് ആടായാലും ആടിൻ്റെ കൂടായാലും. അപ്പം പിന്നെ മറ്റാൾ കാണാൻ ഭയങ്കര ഭീകരനാണെങ്കിലും ആടൊരു ഭീകരജീവിയല്ല. അത് വളരെ സാധുവാണ്. അതിൻ്റെ ആ ഒരു പൊന്തിക്കലൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഭീകരത തോന്നും. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബീറ്റൽ ആടിനെ നമ്മൾ മുക്കത്ത് പോയി കൊണ്ടുവന്നു. അതുപോലെ ഇവിടെ വീട്ടിലുള്ള ഒരു വയസ്സായ ബീറ്റലിനെ നമ്മൾ കണ്ടു. പിന്നെ ഇതാ ബാർബറി എൻ്റെ കയ്യിലുണ്ട്. ഇവൻ്റെ ഉമ്മാനിയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ, ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ ബുറാനോട് ചോദിച്ചിട്ട് അതിനുള്ള കമൻറ്റിനുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് നൽകുക. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നമ്മളുടെ ഫേസ്ബുക്ക് പേജ് സകലം പേജ് എന്നുള്ള ഫേസ്ബുക്ക് പേജും അതുപോലെ നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ സകലം.